കൊട്ടേഷൻ പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ചുവെന്ന് പരസ്യമായി തുറന്നു പറഞ്ഞതാണ് ഗുണ്ടാ നേതാവ് ഔറംഗസേബ്. എന്നാൽ മലപ്പുറം എടവണ്ണയിലെ വാഹനം കത്തിക്കൽ കേസിൽ കൊട്ടേഷൻ ഏറ്റെടുത്തത് ഔറംഗസേബ് എന്ന് വിവരം. എടവണ്ണ സ്വദേശിയുടെ വാഹനം കത്തിച്ച കേസിൽ കൊച്ചിയിലെ ഫ്ളാറ്റിൽ നിന്നും പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. നേരത്തെ ഗുണ്ടാ തലവൻ പെരുമ്പാവൂർ അനസിന്റെ സംഘാംഗമായിരുന്ന ഔറംഗസേബ് ന്യൂസ് 8 നൽകിയ അഭിമുഖത്തിൽ അനസിനെ പരസ്യമായി വെല്ലുവിളിച്ച് രംഗത്തെത്തിയിരുന്നു. മലപ്പുറം എടവണ്ണയിൽ വീടിന് മുന്നിൽ നിർത്തിയിട്ട 2 വാഹനങ്ങൾ കത്തിച്ച കേസിലാണ് എറണാകുളം സ്വദേശിയും ഗുണ്ടാ നേതാവുമായ ഔറംഗസേബിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. കേസിൽ നേരത്തെ കൊട്ടേഷൻ സംഘത്തിൽപ്പെട്ട ഒരാൾ പിടിയിലായിരുന്നു. ഇവരിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഔറംഗസേബിലേക്ക് അന്വേഷണം എത്തിയത്. കൊട്ടേഷന്റെ ഭാഗമായാണ് പ്രതികൾ കൃത്യം നടത്തിയതെന്നാണ് പോലീസ് പറയുന്നത്. എടവണ്ണ ആര്യൻതൊടിയിൽ കഴിഞ്ഞ 29-ന് പുലർച്ചെയാണ് സംഭവം. ആര്യൻതൊടി അഷ്റഫിന്റെ വീട്ടിൽ പോർച്ചിൽ നിർത്തിയിട്ട 2 വാഹനങ്ങളാണ് കത്തി നശിച്ചത്. ആരെങ്കിലും മനഃപൂർവ്വം തീവച്ചതാണോ എന്ന സംശയത്തെ തുടർന്ന് അഷ്റഫ് എടവണ്ണ പോലീസിൽ പരാതി നൽകിയിരുന്നു. CCTV ക്യാമറകൾ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് പ്രതികളിൽ ഒരാൾ പിടിയിലായത്. നമ്പർ ബോർഡില്ലാത്ത കാറിലെത്തിയാണ് പ്രതികൾ കൃത്യം നിർവഹിച്ചതെന്ന് CCTV ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഈ വാഹനം മങ്കടിയിൽ വെച്ച് മറ്റൊരു വാഹനവുമായി കൂട്ടിയിടിക്കുകയും ചെയ്തിരുന്നു. അപകട വിവരം പുറത്തു പറയാതിരിക്കാൻ പിക്കപ്പ് ഉടമയ്ക്ക് പണം നൽകി രക്ഷപ്പെടാനായിരുന്നു പ്രതികളുടെ ശ്രമം. കാറിലെത്തിയ യാത്രക്കാരെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി എടവണ്ണ പോലീസിന്റെ പിടിയിലാവുന്നത്. 4 പേർ ചേർന്നാണ് വാഹനങ്ങൾക്ക് തീയിട്ടതെന്ന് പോലീസ് പറഞ്ഞു. വാഹനം കത്തിക്കൽ കേസിൽ കൊട്ടേഷൻ ഏറ്റെടുത്തത് ഔറംഗസേബ് എന്നാണ് വിവരം. പ്രതിയെ നിരീക്ഷിച്ച ശേഷമാണ് കൊച്ചിയിലെ ഫ്ളാറ്റിൽ നിന്ന് ഔറംഗസേബിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ന്യൂസ് 18 കൊച്ചി, മലപ്പുറം.